ഓഫീസ് കഴിഞ്ഞ റൂമിലേക്ക് കയറിയിട്ടില്ല. അപ്പം തന്നെ ഒരു പ്ലാൻ ഇട്ടതാണ് ദുബായിലുള്ള ഒരു തട്ടുകട സ്പോട്ടിലേക്ക് പോകാന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണിത്. നാട്ടിലെ ആ ഒരു വൈബ് ഇല്ലെങ്കിലും ഇവിടുത്തെ തട്ടുകട സൂപ്പറാന്നാണ് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് നാട്ടിലെ ബോട്ടിംഗ് കൊള്ളിയാണ് ഭയങ്കര ഇഷ്ടം. ആ ഒരു ആംബിയൻസിൽ നാട്ടിൽ നിന്ന് കഴിക്കുന്ന സുഖമൊന്നും വേറെ എവിടെ പോയാലും കിട്ടില്ല. ബട്ട് എന്താ പറയുക, നാട്ടിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെ ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. കുറച്ച് ദിവസമായി ഇവർ എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് പോകാമെന്നാണ്. അപ്പോൾ ഇതാണ് സ്പോട്ട്. ദുബായിൽ തന്നെയാണ് ഈ തട്ടുകട വരുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം ഏതാ ലൊക്കേഷൻ എന്നൊക്കെ. ഓഫീസ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ എനിക്കൊരു ആനേനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫുഡൊന്നും കണ്ടാൽ എനിക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ അവരോട് പറയാം എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും പോയിട്ട് എന്തെങ്കിലും കുറേ ബിഗ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യാമെന്ന്. നാട്ടിലെ തട്ടുകട പോലെയല്ല, ഇവിടെ ന്യൂജൻ തട്ടുകട എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു വൈബാണ് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാത്തരം ഡിഷസ് ഉണ്ടായിരുന്നു. അധികം റഷ് ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു ടൈമായിരുന്നു ഞങ്ങൾ പോയത്. ആ ചേട്ടൻ കുറേ മെനൂസ് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ സേഫ് സൈഡ് എപ്പോഴും അപ്പവും ചിക്കൻ കറിയാണ്. കാരണം ഞാനങ്ങനെ പുതിയ പുതിയ ഡിഷസ് ഒന്നും ട്രൈ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഇവരെല്ലാവരും നല്ല ഫുഡീസാണ്. അവർ ഷെറിയൊക്കെ കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെയല്ല. എനിക്ക് പണ്ട് തൊട്ടേ ഒരു സേഫ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. മസാല ദോശ, പൊറോട്ട, ചിക്കൻ കറി, ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാണ് ഞാൻ. പക്ഷെ എന്നെ പോലെ അവർ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പുട്ടും ബീഫും, പിന്നെ പ്രോൺസ് റോസ്റ്റ്, പിന്നെന്താ കടലക്കറി, ഫിഷ് പൊള്ളിച്ചത്, ഇതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ എന്താണൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയില്ല, ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന പലതരം വെറൈറ്റിയിലുള്ള സാധനങ്ങൾ. ആ ഒരു കോഫി എൻ്റെ മോനെ അടിപൊളി സാധനമാണ്. ചായ അടിപൊളിയായിരുന്നു എന്നാട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഞാൻ കാട ഫ്രൈ കാണിച്ചതാട്ടോ. അത് കാട ഫ്രൈ ചിക്കൻ അല്ലത്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മാങ്ങയാണ് ഓർഡർ ചെയ്തത്. കുറച്ച് പുളി അധികമായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുക്കുമ്പോൾ ഇട്ട പ്ലാനാണ്. അതിന് മുന്നേ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ജബൽ ജയ്സ് പോയി. അപ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ടിലെ ജബൽ ജയ്സ് പോകുന്നതും അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.